നമസ്കാരം. ബിഗ് ബോസ് ഇന്നലെ ബിഗ് ബോസിൽ അവർ ഒരു നേരത്തെ ആഹാരമേ കഴിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് ഉച്ചയ്ക്ക് ടാസ്കൊക്കെ കാരണം അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത ഈ മണ്ടന്മാരും 3 പേരും കൂടെ ശരിക്കും മണ്ടന്മാരിൽ അതിബുദ്ധി കാണിച്ചതാണ്. അതായത് ഈ ലക്ഷറി സാധനങ്ങൾ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളൊരു അതിബുദ്ധി കാണിച്ചതാണ്. നെവിനൊക്കെ കൂടിയിട്ട് അവർ 3 പേരും കൂടെ കിച്ചൺ ടിപ്പിക്കരുത്. സത്യം പറഞ്ഞാൽ അവർക്ക് അത് അനുമോളേയും ആദിലേയും നൂറയൊക്കെ പിടിച്ചിട്ട് അവർക്ക് സുഖമായിട്ട് അവിടെ പോയി വല്ല ഫ്ലോർ ടീമോ ഒക്കെ ആവാനുള്ളതേ ഉള്ളായിരുന്നു. പക്ഷേ അവർ അതിബുദ്ധി കാണിച്ചു, അങ്ങനെ മണ്ടത്തരം കാണിച്ചു. ഇപ്പം ആളാം വീതം വന്ന് ഓരോരുത്തരും തെറി വിളിച്ചുകൊണ്ടിരിക്കുക. അതായത് ഷാനവാസ് രാവിലെ ഇന്നലെ ആഹാരം കിട്ടിയില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒരു തോരൻ കൂടെ വെക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നെവിനാണ് ഇതിന് നിൽക്കുന്നത്. അതേസമയം നെവിന് ഓരോ അനുമോളോ വല്ലതും ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഷാനവാസ്. നെവിനായതുകൊണ്ട് തന്നെ ഷാനവാസ് നല്ലപോലെ അടിച്ചു കയറി പോകുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ അതിനിടയ്ക്ക് അനുമോള് വന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഭയങ്കര വിഷമം. അതായത് ഷാനവാസ് എല്ലാവർക്കും വേണ്ടിയാണ് ഇത്രയും സംസാരിച്ചത്. എന്നിട്ട് ആദിലേയും നൂറയും അനുമോളും, അതായത് പട്ടാഗേൾസ്, അതായത് അദ്ദേഹത്തിൻ്റെ പെങ്ങളുകുട്ടികളെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റുപിടിച്ചില്ല. അതാണ് പുള്ളിയുടെ വിഷമം. ആ വിഷമം പറഞ്ഞ് മനസ്സിലാക്കി സാബുമാനെ ഇവരെ 3 പേരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. അതിനിപ്പോഴും അതിനിടയ്ക്കാണ് ടാസ്ക് വന്നത്. അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ജനലിൻ്റെ മുകളിൽ ഒരു താക്കോൽ വെച്ച് തുറക്കുമ്പോൾ അതിനകത്ത് പൗഡർ ഇരിപ്പുണ്ട്. അപ്പോൾ താക്കോൽ വെച്ച് തുറക്കണം. തുറന്നു കഴിഞ്ഞിട്ട് ഇത് കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഫിസിക്കൽ ടാസ്ക്കാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഫിസിക്കൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ നേരെ നിന്ന് സാബുമാനും ആര്യനും ഒക്കെയാണ്. അപ്പോൾ അവരും ഒക്കെ തന്നെയാണ് ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഫിസിക്കലായിട്ട് അവർ കുറച്ച്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ പറഞ്ഞ അത്രയും നേരം നിന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. എന്നാലും ഇതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പം നൂറയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതൊക്കെ മാറി മറിയാൻ ഈ ഒരു ഇത് പറ്റും. ഈ കുറേ ദിവസത്തെ ഇനി പരിപാടി ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്കറിയുള്ളൂ. തൽക്കാലം ഇപ്പം ഈ ടാസ്കിന് വേണ്ടിയിട്ട് അവരെ എല്ലാം പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ എത്തുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒന്നുകൂടെ വരാൻ പറഞ്ഞു. ആ സമയത്ത് അവർ ആഹാരം കഴിക്കാനൊക്കെ പോകുന്നു. അപ്പം ഈ ഷാനവാസ് വഴക്ക് പിടിച്ച സമയത്ത് ആര്യൻ ഓടിപ്പോയി തോരന് വേണ്ടി അരിയുന്നൊക്കെ ഉണ്ട്. അപ്പോഴും അക്ബർ അവിടെ കിടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവർ പാട്ടുമൊക്കെ പാടി ഇതൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇന്ന് നല്ലൊരു അവസരമായിരുന്നു. ഇവരെ 3 പേരെയും കൂടെ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഷാനവാസ് ഫയർ ചെയ്തു. പക്ഷേ മറ്റുള്ളവരാരും അതിന് കൂട്ടുപിടിച്ചില്ല എന്നൊരു വിഷമത്തിലാണ് ഷാനവാസ്. അപ്പം ഗെയിം കളഞ്ഞിട്ട് കാണാം.